ഹായ് ആശ സ്റ്റോറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നൊന്നും ആലോചിച്ചല്ല, എന്നാലും ജസ്റ്റ് നമ്മളൊന്ന് പുറത്ത് പോയപ്പം അത് കാണിക്കാമല്ലോ എന്നോർത്തു. വീഡിയോ ആയിട്ടൊന്ന് കാണിച്ചേക്കല്ലോ, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, അതൊന്ന് കാണിച്ചേക്കാലോ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മളിങ്ങനെയൊന്ന് വീഡിയോ ചെയ്തത്. എന്നുവെച്ചാൽ അതിനേക്കാൾ ഉപരി ഇപ്പം ഞാൻ തംബ്ലൈൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു നമ്മുടെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ മനസ്സൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചെറിയൊരു ആശ്വാസം അതൊരു ദൈവസന്നിധിയിൽ നിന്ന് നിൽക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ അതൊരു അത്ഭുതമായിട്ടൊക്കെ നമുക്ക് തോന്നാം. എൻ്റെ ആങ്ങള കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അവന് ഫാമിലിയായിട്ടാണ് വന്നത്. 2 കൊച്ചു പിള്ളേരാണ്. അപ്പോൾ അവനാകെ വിഷമിച്ച് ഇരിക്കുകയാണ്. ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള വിഷമത്തിൽ സങ്കടത്തിലൊക്കെ ആയിരുന്നു. ഒരു പ്രശ്നമുണ്ട്, അത് പിന്നെ പറയാം. അപ്പം വരണം വേണോ എന്നിങ്ങനെ നേരത്തെ വരാൻ വേണ്ടി ഇങ്ങനെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ വരണം വേണോ എന്നൊക്കെ ഒരു പ്രശ്നം കാരണം വരണം വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പിറക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തായാലും വന്നു കഴിഞ്ഞാൽ ശനിയാഴ്ച വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞായറാഴ്ച വൈകിട്ടത്തോളമാണ് എത്തിയത്. വന്നപ്പം കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൊച്ചുങ്ങൾ പറഞ്ഞു പുറത്ത് പോകണമെന്ന് പറഞ്ഞു. എന്നാൽ മഴക്കാറുണ്ട്, മഴ പെയ്യും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കണമായിരുന്നു. പിറ്റേ ദിവസം എങ്ങോട്ടെങ്കിലും പോയി പ്രധാനമായിട്ടും കൊച്ചിനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനും കൂടിയാണ് വേണ്ടിയാണ് വന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൊച്ചുങ്ങളെ കൊച്ചിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം, അത് അത്യാവശ്യമായിരുന്നു. അവന് ചെറിയ ആസ്മയുടെ പ്രശ്നമുണ്ട്. പിന്നെ ദേഹമൊക്കെ രാത്രിയിൽ ചൊറിഞ്ഞിങ്ങനെ ഇതാവുകയാണ്. കുറേ നാളായിട്ടുണ്ട്. അത് ഡ്രൈ ആവുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഡോക്ടറും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കുറേ നാൾ മരുന്ന് കഴിക്കണം. ആസ്മയാണ്, ബോഡിക്ക് ഉള്ളിൽ നീര് കയറുന്നുണ്ട്, അതുകൊണ്ട് വലിച്ചിലുണ്ടാവുന്നു. നമ്മുടെ എറണാകുളത്ത് ഇരുമ്പനം ഹോസ്പിറ്റലിലാണ് കൊണ്ട് കാണിച്ചത്. അപ്പം അവർ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാണ് പോയത്. എന്നിരുന്നാലും അന്ന് വന്നു കഴിഞ്ഞപ്പം അവനാകെ ടെൻഷനായിരുന്നു. ഈ ട്രിപ്പൊന്നും എൻജോയ് ചെയ്യാനൊന്നും സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവന് വൈകുന്നേരം കൊച്ചു പറഞ്ഞു, മൂത്ത ആൾ 1-ലായിട്ടേ ഉള്ളൂ. അവന് ഭയങ്കര നേരത്തെ തൊട്ട് അവന് കായൽ കാണണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അവനെ നിർബന്ധിച്ചത് കൊണ്ടാണ് അവൻ വന്നത്. ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ കൂടി അവൻ വന്നത് കായൽ കാണണോ എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് കൊച്ചിനെ കൊണ്ട് വന്നത്. അപ്പോൾ അവൻ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ കായൽ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ കായൽ കാണിക്കാൻ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ രാത്രിയിൽ കായൽ കാണാൻ അവിടെ ഒന്നും ഉണ്ടാവില്ല, കാണാൻ ചീനവലയൊക്കെ കാണണമെങ്കിൽ പകൽ തന്നെ പോയാലേ പറ്റുള്ളൂ, ഇപ്പോൾ പോയാൽ ഇരുട്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാലും അവരെ പിന്നോട്ട് അടുപ്പിച്ചില്ല. കാരണം വന്ന ആഗ്രഹത്തിൻ്റെ പുറത്തല്ലേ. അതുകൊണ്ട് പോയേക്കാമെന്ന് തീരുമാനിച്ചു. അവൻ്റെ വണ്ടി കൊണ്ട് തന്നെയാണ് പോയത്. പറഞ്ഞ പോലെ തന്നെ അവിടെ ചെന്നപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. അവൻ ഫോണിലാണ്, കാരണം അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ. എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പോയി കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ദൂരേക്ക് ചെന്നപ്പം ഞാൻ എൻ്റെ നാത്തൂനോട് പറഞ്ഞു, ഇത് വല്ലാർപാടം റോഡാണ് എന്ന് പറഞ്ഞു, കണ്ടെയ്നർ റോഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൻ പറഞ്ഞു, എന്നാൽ നമുക്ക് കായൽ എന്തായാലും കാണാൻ പറ്റില്ല, നമുക്ക് വല്ലാർപാടത്ത് അമ്മയുടെ അടുത്ത് പള്ളിയിൽ ഒന്ന് പോയിട്ട് പോകാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അത്യാവശ്യം ഒന്നും നല്ല ഡ്രസ്സൊന്നും ഇട്ടിരുന്നില്ല, അത്യാവശ്യം ഒരുങ്ങിയൊന്നും അല്ല, ഒരു പുറത്തേക്ക് വണ്ടിയിൽ തന്നെ ഇരിക്കുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പോയത്. അതുകൊണ്ട് വലിയ ഒരുങ്ങാനോ ഡ്രസ്സൊക്കെ നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ടൊന്നും അല്ല പോയത്. അതുകൊണ്ട് അവിടെ എന്നാൽ മുഷിഞ്ഞ ഡ്രസ്സൊന്നും അല്ല താനും. നമ്മൾ ഒരു ആരാധനാലയത്തിലേക്ക് പോകുമ്പം അധികം ഒരു അത്യാവശ്യം നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് വേണമല്ലോ പോകാൻ. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ പള്ളിക്ക് അകത്തൊന്നും കയറിയില്ല, പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അവനാണെങ്കിൽ പ്രാർത്ഥിക്കാൻ കൂടി നേരം കിട്ടിയില്ല, അവനെപ്പോഴും ഫോൺ വന്നുകൊണ്ടിരിക്കണമായിരുന്നു. ഒരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ എന്താണ് ദൈവികമായിട്ടുള്ള വിശ്വാസം, നമ്മൾ ഹിന്ദു ആണേലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആണേലും ഈശ്വരനായിട്ട് കണ്ട് മനസ്സ് ഒരിക്കൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കൂടിയും അത് നമുക്കൊരു ആശ്വാസം തരുമെന്നുള്ളതിനൊരു ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നു, അവിടെ എല്ലാം കാണിച്ചു. കൊച്ചിനെ പിള്ളേരെ എല്ലാം കൊണ്ട് നടന്നു. നല്ല ലൈറ്റും ഭംഗിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പള്ളി അലങ്കരിച്ചിരിക്കുകയായിരുന്നു. അത് ഞാൻ കാണിക്കാം കേട്ടോ, അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വല്ലാർപാടത്ത് എത്തി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ.
ടൂറിസ്റ്റ് മേഖല ടൂറിസ്റ്റിൻ്റെ ഇത് ആയതുകൊണ്ടായിരിക്കാം നന്നായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പള്ളി. എന്തോ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ. ഓരോ സെക്ഷനും എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല. റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓരോ ഇടങ്ങൾ നേരത്തെ ഇതൊന്നും ലൈറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു മരത്തടികളിൽ മാത്രമേ ഇങ്ങനെ സെക്ഷനായിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ആദ്യമൊക്കെ പോകുമ്പോൾ. പക്ഷെ ഇപ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും വീഡിയോ എടുക്കാനുള്ള ഇതില്ലായിരുന്നു. പെട്ടെന്ന് ഞങ്ങളവിടുന്ന് പോകുന്ന 1 അരമണിക്കൂറൊക്കെ നിന്നു തോന്നുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഈ പ്രാവ് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. എന്തായാലും മാതാവിൻ്റെ അവിടെ നിന്ന് ആ ഒരു കുറച്ച് നിമിഷം നിന്നില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയൊരു സമാധാനം കിട്ടുന്ന രീതിയിലാണ് അനുഭവപ്പെട്ടത്. എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ, വഴിയെ പറയാം. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫോർട്ട് കൊച്ചിക്കാണ്. അവിടെ പോയി പിറ്റേ ദിവസമാണ് കേട്ടോ ഫോർട്ട് കൊച്ചിക്ക് പോയത്. അവിടെ ചെന്ന് കടൽ കണ്ടു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പോയപ്പം അങ്ങറ്റം വരെയും ഇറങ്ങി ചെല്ലുന്ന ഒരു തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇനി കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കരയായിട്ടുള്ളൂ. ബാക്കി അത്രയും ഇപ്പം തിര വരുന്നില്ല. അത്ര ഇടം വരെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഫുള്ള് തിര എടുത്തു കഴിഞ്ഞു, കര എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പം മുമ്പോട്ട് എങ്ങനെയാവും എന്നൊന്നും അറിയാൻ പറ്റില്ല. നന്നായിട്ട് എരുമ്പുന്നുണ്ടായിരുന്നു കടല്. അവിടെ അങ്ങറ്റത്ത് ഗാർഡൊക്കെ ഉണ്ട്. ഗാർഡിൻ്റെ ചെറിയ ബോട്ട് കപ്പൽ ഇവിടെ പോകുന്നുണ്ടായിരുന്നു, പോലീസ് ഗാർഡ്. ഞങ്ങളങ്ങനെ കണ്ടു കുറേ ഇതുണ്ട് അങ്ങറ്റത്ത്. കുറേ നേരം അവിടെ ചിലവഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ കൊച്ചുങ്ങളെ അവിടെ കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അവിടെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്, ചിൽഡ്രൻസ് പാർക്ക്. അവിടെ പോയി കൊച്ചുങ്ങളധികം കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വാസ്കോ ഡ ഗാമ പള്ളിയുടെ അവിടെ പോയിട്ട് വരാമെന്നൊക്കെയാണ് ഓർത്തിരുന്നെങ്കിലും വാട്ടർ മെട്രോയിലൊക്കെ കയറി കേട്ടോ. അതൊക്കെ ഞാൻ വിഷ്വലി ഇടുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ.
എറണാകുളത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഫ്ലാറ്റാണ്, അതൊരു ബിൽഡിംഗ് ആണ് നമ്മളിത് കാണുന്നത്, അങ്ങ് ദൂരെ കാണുന്നത്. അതിനെ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. അതിന് പ്രത്യേക ഒരു ഷേപ്പാണ് കേട്ടോ, ഒരു നല്ലൊരു ഭംഗിയുണ്ട് ഇത് കാണാൻ. അവിടെ ഏറ്റവും പഴക്കം ചെന്ന ബിൽഡിങ്ങാണിത്. ഇതാ ഈ കാണുന്ന ബിൽഡിങ് ഏറ്റവും പഴക്കം ചെന്ന ബിൽഡിങ്ങാണ്, എറണാകുളത്ത് ആദ്യം ഉണ്ടായിരുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ നിന്ന് ഇറങ്ങി മെറൈൻ ഡ്രൈവിലേക്ക് കയറുകയാണ്. അവിടെ മഴവിൽ പാലം കയറിയത് രാത്രി ആയാലാണ് നല്ല ഭംഗി ഉണ്ടാവുക. അവിടെ ബോട്ടൊക്കെ അടുക്കി ഇട്ടിട്ടുണ്ട്. പാലത്തിൽ നിന്ന് ഒരുപാട് പേര് ഷൂട്ടിങ് ചെയ്യും, വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമയിലൊക്കെയുള്ള ഒരു മേൽപ്പാലമാണത്. എല്ലാവർക്കും അറിയാവുന്നതാണ് മെറൈൻ ഡ്രൈവിലെ പാലം. അപ്പോൾ അത് ഒന്ന് കണ്ടിട്ട് പോകാം. ജസ്റ്റ് അവിടെ വെച്ച് ഒരു സംഭവം ഉണ്ടായിട്ടോ. അവിടെ വെച്ച് ഞങ്ങൾ ജിഷയുടെ, നമ്മുടെ ദാരുണമായി മരണപ്പെട്ട ജിഷയുടെ അമ്മയെ ഞങ്ങൾ കണ്ടു. പക്ഷേ ഞാൻ ഫോട്ടോയൊന്നോ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് പോകും. സംസാരിച്ചൊന്നുമില്ല കേട്ടോ, അവർ കച്ചവടത്തിൻ്റെ തിരക്കിലായിരുന്നു. ഇതാണ് ആ പാലം. എല്ലാവരും ഒരുപാട് പേര് വീഡിയോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇത് ഫുള്ള് എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. പെട്ടെന്ന് മഴക്കാറുണ്ടല്ലോ, ഞാൻ കാണിച്ച നന്നായിട്ട് മഴക്കാറുണ്ടായിരുന്നു. എങ്ങനെയും വീട്ടിൽ പോകാമെന്നാണ് ആലോചിച്ചത്. നന്ദുവൊക്കെ നടന്നു പോവുകയാണ്. അപ്പം ആങ്ങളയുടെ വൈഫാണത്, കൊച്ചും. അപ്പം അവരൊക്കെ അങ്ങ് പോവുകയാണ്. അപ്പം വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പോയ വീഡിയോസിലൊക്കെ പോകാം. ഇത് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ കണ്ട ഒരു എന്താണ് കമണ്ടലു മരത്തിന്, അത് നാഗമരം എന്നൊക്കെ പറയും, ഒരു ചെടിയാണ്. പിന്നെ ഞങ്ങൾ ലുലുമാളിലൊന്ന് പോയിരുന്നു. അവിടുത്തെ ഫിഷാണിത്. നല്ല രസമുണ്ട് കേട്ടോ, നിങ്ങൾ പോകുമ്പോൾ ഇതൊന്ന് കാണണം. നല്ല ഭംഗിയുണ്ട് കാണാൻ. 199 രൂപയുള്ളൂ കേട്ടോ അതിന് റേറ്റ്, ബോട്ടിൽ സഹിതം. അതിൻ്റെ തീറ്റ എല്ലാം ഉണ്ട്. പാലാർപാടത്ത്. ഇനി പറയാം എന്താ സംഭവമെന്ന്. ഞങ്ങളുടെ അനുജിത്തിയുടെ ഹസ്ബൻഡ് ദുബായിൽ വെച്ച് മിസ്സിങ് ആയിരുന്നു. ദിവസമായിരുന്നു മിസ്സിങ് ആയിട്ട്. അവൻ അതിൻ്റെ ടെൻഷനിലായിരുന്നു. ഞങ്ങളെല്ലാവരും അതിൻ്റെ ടെൻഷനിലായിരുന്നു. 5 ദിവസമായിട്ട് ഫോൺ വിളിക്കാനോ കാര്യങ്ങൾ സംസാരിക്കാനോ അറിയാനോ ഒന്നും സാധിക്കുന്നില്ല. എവിടെ എന്തായി ഒന്നും അറിയുന്നില്ലായിരുന്നു. അങ്ങനെ ഈ പള്ളിയിൽ വന്ന് 5 ദിവസം കഴിഞ്ഞു. 6ാമത്തെ ദിവസമാണ്. ഈ പള്ളിയിൽ വന്ന് ഞങ്ങളിങ്ങനെ നിന്നപ്പോഴാണ് ഒരാൾ വിളിക്കുന്നത്. അവന് ഇപ്പോൾ വിളിച്ചിട്ട് സെക്കൻഡുകളായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വിളിച്ചു എൻ്റെ ഫോൺ മിസ്സിങ് ആയിരുന്നു, ആരോ ഫോൺ തട്ടിയെടുത്തു, അത് സേഫ് ആണെന്ന് പറഞ്ഞ് വിളിച്ചു. ഭയങ്കര ആശ്വാസമായിരുന്നു. ഒരുപക്ഷെ ഇത് കേൾക്കുന്നവർക്ക് ഇത്രയും സംഭവമുള്ളൂ എന്ന് തോന്നും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം 5 ദിവസമായിട്ട് ഒരാൾ വിളിച്ചിട്ട് കിട്ടണില്ല, ഇങ്ങോട്ട് വിളിക്കുന്നുമില്ല എന്ന ഒരവസ്ഥ. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമായിരുന്നു. ഞങ്ങൾക്കതൊരു അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നിയത്. അത്രയും സെക്കൻഡ് വരെയും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് സംഭവമൊന്നും നടന്നില്ല. അപ്പോൾ എന്തായാലും അതൊരു ദൈവാനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊച്ചു വീഡിയോ. ഒന്ന് പോയ ഒരു ചെറിയൊരു ഭാഗങ്ങളൊക്കെ എടുത്തിട്ടതാണ്. മൊത്തം ഷൂട്ട് ചെയ്യാനൊന്നും സാധിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വല്ലാർപാടത്ത് ചെന്ന് ആ ഫോൺ വിളി കിട്ടിക്കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും ഒരു മാനസികമായിട്ട് എല്ലാവരും ഒന്ന് റിലാക്സ് ആയത്. കാരണം അത്ര നേരം വരെയും ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ആ കൊച്ചാണെങ്കിൽ 5 ദിവസമായി അവനൊന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് കൂടി. കാരണം ഫോൺ വിളിച്ച് അത്രയ്ക്കും എന്താണെന്ന് വെച്ചാൽ അവന് എയർപോർട്ടിൽ എത്തി കഴിഞ്ഞ് ഫോൺ അവിടെ ചാർജ് കുത്തിയിട്ടതാന്ന് പറഞ്ഞു. അവിടുന്ന് മിസ്സായതാണ്, ആരോ എടുത്തുകൊണ്ട് പോയി. പിന്നെ അവൻ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല, അവൻ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുമില്ല. എവിടെ പോയി എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഈ 5 ദിവസമായിട്ടും. അത് കഴിഞ്ഞിട്ട് അവൻ എവിടെയോ ഒരു ബുദ്ധി തോന്നി, ആരുടെയോ ഫോൺ എടുത്ത് ബുക്കെടുത്ത് ഫേസ്ബുക്കിൽ നിന്ന് അവനറിയാവുന്ന ഒരാളുടെ കോണ്ടാക്ട് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാൽ പേടിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാവണം, എന്തോ അവന് കയറ്റി വിട്ട ആളുടെ അടുത്തേക്ക് കയറ്റി വിടാൻ സഹായിച്ച ആളുടെ അടുത്ത് ഫോൺ വിളിച്ചു. ആ സെക്കൻഡ് വിളിച്ച സമയം, നമ്മളവിടെ നിൽക്കുന്ന സമയത്താണ് അവൻ വിളിക്കുന്നത്. ഫേസ്ബുക്കിൽ നിന്ന് ഫോൺ നമ്പർ എടുത്തിട്ട് വിളിച്ചത്. നമ്മുടെയൊക്കെ എല്ലാവർക്കും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഫോൺ സേവിങ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്, നമ്പർ എല്ലാവരുടെയും പേര് സേവ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. നമ്പർ മിക്കവാറും കാണാതെ അറിയില്ല, ബുദ്ധിമുട്ടാണ്, മറന്നു പോകും, ടെൻഷൻ്റെ കൂട്ടത്തിൽ മറന്നും പോകും. അങ്ങനെ വീട്ടിലെ നമ്പർ അറിയത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. വിളിക്കാൻ അറിയത്തില്ലായിരുന്നു. അവന് ഫേസ്ബുക്ക് എടുത്തിട്ട് അവനറിയാവുന്ന ആരുടെയോ നമ്പറിലേക്ക്, അവനെ കയറ്റി വിട്ടാൻ സഹായിച്ച ആളുടെ നമ്പറിലേക്ക് ഫേസ്ബുക്ക് വഴി എടുത്തിട്ട്
വേറെ ആരുടെയോ ഫോണിൽ നിന്ന് ഫേസ്ബുക്ക് എടുത്തിട്ട് അവനെ കോണ്ടാക്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് ആ സെക്കൻഡിലാണ് കേട്ടോ, ഞങ്ങളവിടെ നിന്ന് ആ സെക്കൻഡിൽ. അപ്പോഴും അവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരെ മാറി മാറി എന്തെങ്കിലും കിട്ടിയോ അവിടെ ഉള്ളവരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും നമ്മുടെ പ്രാർത്ഥന, അവൻ പ്രാർത്ഥിക്കാനൊന്നും, നമ്മൾ പ്രാർത്ഥിച്ച് എങ്ങനെയും വിവരം കിട്ടണം, പക്ഷെ അവന് പ്രാർത്ഥിക്കാൻ പോലും മാനസികമായിട്ട് അവൻ തകർന്ന ആ മുമ്പിൽ നിൽക്കുകയാണ്, മാതാവിൻ്റെ മുമ്പിൽ പുറത്ത് ആ കുരിശു മാതാവിൻ്റെ ഒരുപാട് മാതാവിൻ്റെ രൂപങ്ങളുള്ള, അതായത് അത്ഭുതം നടന്നു എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിൽ നിന്നാണ് അവൻ നിന്നത്, മാനസികമായിട്ട് വിഷമിച്ച് നിന്നത്, ഞങ്ങളെല്ലാവരും നിന്നത്. അപ്പം അവിടുന്ന് ഒരു പ്രാർത്ഥിച്ചില്ലെങ്കിലും അവനെ പ്രാർത്ഥിക്കാനുള്ള മാനസികാവസ്ഥയൊന്നുമില്ല. ഒരു പക്ഷേ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, പോയി നേർച്ചയിട്ടു കേട്ടോ. ആ ഒരു മാനസികാവസ്ഥ മാതാവ് കണ്ടു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. സത്യമായിട്ടും ഇത് ഒരു എല്ലാവരും ഓർക്കും, ഇപ്പം ഞാനിങ്ങനെ പറയുമ്പം മാതാവിൻ്റെ അത്ഭുതം പറയാം, മാതാവിൻ്റെ അത്ഭുതം ഒന്നും പറഞ്ഞതല്ല, ഞങ്ങൾക്ക് മാനസികമായിട്ടൊരു റിലാക്സ് കിട്ടിയ ഈ സംഭവം പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ ഹിന്ദുക്കളാണ്. അപ്പം മാതാവ് എന്ന് പറയുന്നത് അമ്മയായിട്ട് തന്നെ, ദേവി മഹാമായായിട്ട് തന്നെ കാണുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ജാതി മതം അങ്ങനെയൊന്നുമില്ല, എല്ലാ പള്ളിയിലും പോവും, അമ്പലത്തിലും പോവും, അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എടപ്പള്ളി പള്ളിയിൽ പോവും, കലൂർ പള്ളിയിൽ പോവും, അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല. അമ്പലത്തിലും പോകും. നമുക്ക് മുസ്ലിം പള്ളി കയറ്റാൻ പറ്റുമെങ്കിൽ അവിടെയും പോകും. പറയുന്നതിന് തന്നെ കുഴപ്പമിരിക്കുന്നത്. എല്ലാം കൂട്ടുകാരെല്ലാം നിസ്കരിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും ഒരു ജാതി മതമോ അങ്ങനെയൊന്നുമില്ല. ഈശ്വരൻ എല്ലാം തുല്യമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം എന്തായാലും മാതാവ് ഒരു അനുഗ്രഹം തന്നു. മാതാവിനോട് എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹമുണ്ട്. കാരണം ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പം മാതാവിൻ്റെ പള്ളിയുടെ അടുത്താണ് ഞങ്ങളുടെ സ്കൂള്. അപ്പം മിക്കവാറും പള്ളിയിൽ പോകും. അങ്ങനെയൊക്കെ പോയ ആളുകളാണ് ഞങ്ങൾ. കുരിശുപള്ളി അവിടെ നോയനയൊക്കെ വരുമ്പോഴും ഒക്കെ ഞങ്ങൾ പോകാറുണ്ട്. അങ്ങനെ മാറിയിരിക്കലൊന്നുമില്ല. നമുക്ക് നാട്ടിൻപുറത്ത് ജീവിക്കുന്നവർക്കറിയാം, പള്ളിയൊക്കെ ആയിട്ട് എല്ലാം അറ്റാച്ച്ഡായിട്ടായിരിക്കും ജീവിക്കുന്നത്. ഇപ്പോഴൊക്കെയാണ് പിന്നെയും ഇതൊക്കെ ഇങ്ങനെ വന്നേക്കുന്നതെന്ന് തോന്നുന്നല്ലേ. എന്തായാലും വിശ്വസിക്കുന്നവരെ കൈവിടുന്ന ആളുകളല്ല ഈശ്വരന്മാർ. അത് ആദ്യം മനസ്സിലാക്കണം മനുഷ്യരായാൽ. എന്ത് തന്നെ ആയാലും ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസം കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം ഫോർട്ട് കൊച്ചിയിലൊക്കെ പോകാൻ തീരുമാനിച്ചതും. എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്നിരുന്നാൽ തന്നെയും ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ വീഡിയോയ്ക്ക് ഡ്യൂറേഷൻ വ്യൂ കുറവായതുകൊണ്ടാവാൻ ഡ്യൂട്ട് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ഫില്ലായെങ്കിലും ഡ്യൂറേഷൻ കുറവാണ്, വ്യൂ ഡ്യൂറേഷൻ കുറവാണ്. ഞാൻ ഡെയിലി വീഡിയോ ഒന്നും ഇടാത്തതിൻ്റെ പ്രശ്നമാണ് എനിക്കറിയാം. ഇനി അടുത്ത മാസം തൊട്ട് വീഡിയോ ഒക്കെ റെഗുലറായിട്ട് ഇടാം എന്ന് ഞാൻ കരുതുന്നുണ്ട്. അടുത്ത മാസം ഒന്നും, ഈ മാസം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു, കുറച്ചൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. പരമാവധി ചാനലൊന്ന് കയറി കാണണം എല്ലാവരും. ഇനിയും നല്ല വീഡിയോയുമായിട്ട് വരുന്നത്. ബൈ ബൈ.